തങ്ങളുടെ അധേശത്വം ഉറപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവികസേനയ്ക്ക് കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഉത്തരവിടുമ്പോൾ ചരിത്രം അമേരിക്കയെ ഓർമ്മിപ്പിക്കുന്നത് നാണം കെട്ട പരാജയങ്ങളുടെ കഥകളാണ്. 4 പതിറ്റാണ്ട് മുമ്പ് ഇതേ കടലിടുക്കിൽ ഇറാൻ തീർത്ത കെണിയിൽ വീണ അമേരിക്കൻ പടക്കപ്പലുകളുടെ ഗതി ഇന്നും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. 1980കളിൽ ഇറാഖ് ഭരണാധികാരി സദ്ദാം ഹുസൈനെ മുൻനിർത്തി ഇറാനെ തളയ്ക്കാൻ അമേരിക്ക ശ്രമിച്ചതോടെയാണ് ടാങ്കർ യുദ്ധത്തിന് തുടക്കമായത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാൻ ഇറാഖ് എണ്ണ ടാങ്കറുകളെ ആക്രമിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിച്ചത് സമാനതകളില്ലാത്ത കരുത്തോടെയായിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങുന്ന ഏത് കപ്പലിനെയും തകർക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. തങ്ങളുടെ സഖ്യകക്ഷിയായ കുവൈറ്റിന്റെ ടാങ്കറുകളെ സംരക്ഷിക്കാൻ അമേരിക്കൻ നാവികസേന രംഗത്തിറങ്ങിയതോടെ പോരാട്ടം നേരിട്ടായി. കുവൈറ്റ് ടാങ്കറുകളിൽ അമേരിക്കൻ പതാക നാട്ടി ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ എന്ന പേരിൽ അമേരിക്കൻ സേന അകമ്പടി തുടങ്ങിയെങ്കിലും ഇറാന്റെ തന്ത്രങ്ങൾക്കും ചടുലമായ നീക്കങ്ങൾക്കും മുന്നിൽ അവർക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാനായില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇറാൻ നൽകിയത് കനത്ത പ്രഹരങ്ങളായിരുന്നു. 1987 മെയ് മാസം അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായിരുന്നു. ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ USS സ്റ്റാർക്കിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ 37 അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടു. ആധുനിക പ്രതിരോധ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ട സ്റ്റാർക്കിന് ഇറാഖി മിസൈലുകളെ പ്രതിരോധിക്കാൻ പോലുമായില്ല. അമേരിക്കൻ സൈനികരുടെ ആത്മവീര്യം തകർത്ത ആദ്യത്തെ വലിയ തിരിച്ചടിയായിരുന്നു ഇത്. എന്നാൽ ഇതിലും വലിയ നാണക്കേടാണ് കടലിനടിയിൽ ഇറാൻ ഒരുക്കിവച്ചിരുന്നത്. കടലിനടിയിലെ നിശബ്ദ കൊലയാളികളായ മൈനുകൾ ഉപയോഗിച്ച് ഇറാൻ അമേരിക്കൻ കപ്പലുകളെ വരിഞ്ഞുമുറുക്കി. അത്യാധുനികമായ അമേരിക്കൻ പടക്കപ്പലുകളുടെ അകമ്പടിയോടെ വന്ന ബ്രിഡ്സ്റ്റൺ എന്ന കൂറ്റൻ ടാങ്കർ ഇറാനിയൻ മൈനിൽ തട്ടി തകർന്നു. കൂടെയുണ്ടായിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഈ മൈനുകൾ കണ്ടെത്താനോ നശിപ്പിക്കാനോ ഉള്ള ശേഷിയില്ലായിരുന്നു എന്നത് ലോകത്തിനു മുന്നിൽ അമേരിക്കയെ പരിഹാസ്യരാക്കി. നാണം കെട്ട ആ നിമിഷത്തിൽ തങ്ങളെ സംരക്ഷിക്കേണ്ട അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മുന്നിൽ ഒരു മൈൻ സ്വീപ്പറായി ബ്രിഡ്സ്റ്റൺ ടാങ്കറിനെ നീങ്ങേണ്ടി വന്നു. സ്വന്തം പടക്കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഒരു ചരക്ക് കപ്പലിനെ മറയാക്കേണ്ടി വന്ന അമേരിക്കൻ നാവിക ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ അധ്യായമായിരുന്നു അത്. ഇറാന്റെ ലളിതമെങ്കിലും മാരകമായ മൈൻ യുദ്ധതന്ത്രത്തിനു മുന്നിൽ അമേരിക്കൻ താന്ത്രിക വിദ്യ മുട്ടുകുത്തി. ഇറാന്റെ പതനം അവിടെയും തീർന്നില്ല. 1988 ഏപ്രിലിൽ USS സാമുവൽ ബി റോബർട്ട്സ് എന്ന അത്യാധുനിക ഫ്രിഗേറ്റ് ഇറാനിയൻ മൈനിൽ തട്ടി രണ്ടായി പിളർന്നു. ഏകദേശം 500 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ മൈൻ ആ യുദ്ധക്കപ്പലിന്റെ നട്ടെല്ലൊടിച്ചു. കപ്പൽ മുങ്ങാതിരിക്കാൻ സ്റ്റീൽ കേബിളുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടേണ്ടി വന്ന അവസ്ഥ അമേരിക്കൻ നാവികസേനയുടെ നിസ്സഹായത വെളിവാക്കുന്നതായിരുന്നു. ഇറാന്റെ കരുത്ത് കേവലം മൈനുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. തങ്ങളുടെ കടൽത്തീരങ്ങൾ കാക്കാൻ ഇറാൻ രൂപീകരിച്ച ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്കൻ കപ്പലുകളെ നിരന്തരം വേട്ടയാടി. വേഗതയേറിയ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ഇവർ നടത്തിയ സ്വാം അറ്റാക്കുകൾ നേരിടാൻ കൂറ്റൻ അമേരിക്കൻ കപ്പലുകൾക്ക് സാധിച്ചില്ല. ആനയെ ആക്രമിക്കുന്ന തേനീച്ച കൂട്ടത്തെപ്പോലെ ഇറാൻ അമേരിക്കൻ സേനയെ വലച്ചു. പിന്നീട് ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് എന്ന പേരിൽ വലിയൊരു തിരിച്ചടിക്ക് അമേരിക്ക ശ്രമിച്ചെങ്കിലും അത് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ തളർത്താൻ പര്യാപ്തമായിരുന്നില്ല. കടലിലെ പോരാട്ടത്തിൽ തങ്ങളെ തകർക്കാൻ വരുന്ന ഏതൊരു ശക്തിയെയും നേരിടാൻ ഇറാൻ തയ്യാറായിരുന്നു. അമേരിക്കൻ മിസൈലുകൾക്ക് മുന്നിൽ ഭയപ്പെടാതെ പൊരുതിയ ഇറാനിയൻ നാവികർ പശ്ചിമേഷ്യയിലെ പുതിയ അധികാര കേന്ദ്രമായി മാറുകയായിരുന്നു. ഇന്ന് 2026-ൽ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം പഴയതിനേക്കാൾ ഭയാനകമാണ്. ഇറാൻ ഇന്ന് പഴയ ഇറാനല്ല. അവരുടെ പക്കൽ അതിവേഗ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളുമുണ്ട്. അമേരിക്ക ഇപ്പോഴും പഴയ ടാങ്കർ യുദ്ധത്തിലെ പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇന്നും അമേരിക്കൻ നാവികസേനയ്ക്ക് മൈനുകളെ പ്രതിരോധിക്കാനുള്ള മതിയായ സംവിധാനങ്ങളില്ലെന്ന് നാവിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ പുതിയ യുദ്ധനീക്കങ്ങൾ ഹോർമുസ് കടലിടുക്കിനെ ഒരു ചുടലപ്പറമ്പാക്കി മാറ്റുമോ എന്ന ഭീതിയിലാണ് ലോകം. അമേരിക്കൻ നാവികസേനയുടെ 4 മൈൻ സ്വീപ്പർ കപ്പലുകൾ കഴിഞ്ഞ വർഷം പിൻവലിച്ചത് അവരുടെ സുരക്ഷാ വീഴ്ചയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഹോർമൂസിൽ ഇറാനെ നേരിടുക എന്നത് അമേരിക്കയ്ക്ക് ആത്മഹത്യാപരമായിരിക്കും. ഇറാന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഹോർമൂസ് കടലിടുക്കിനെ ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കുടുക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ പാതയുടെ താക്കോൽ ഇറാന്റെ കൈവശമാണ്. അമേരിക്കൻ പ്രകോപനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലാത്ത ഇറാൻ ഹോർമൂസ് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് വെറും വാക്കല്ലെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം.
യഥാർത്ഥത്തിൽ ടാങ്കർ യുദ്ധം പഠിപ്പിച്ചത് ഒന്നാണ്: അത്യാധുനിക ആയുധങ്ങളുണ്ടെന്ന് കരുതി ഒരു രാജ്യത്തെയും തോൽപ്പിക്കാനാവില്ല. സ്വന്തം മണ്ണിനും കടലിനും വേണ്ടി പോരാടുന്ന ഇറാന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അമേരിക്കൻ നാവികവ്യൂഹങ്ങൾ പലപ്പോഴും വെറും കടലാസു തോണികളായി മാറി. ഇന്നും ആ ചരിത്രം ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നു. അമേരിക്കൻ പടക്കപ്പലുകളുടെ അകമ്പടി ഇത്തവണയും ഇറാൻ തീർക്കുന്ന അദൃശ്യമായ മൈൻ വലകളിൽ കുടുങ്ങുമോ എന്ന ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നു. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർക്ക് പരാജയം അനിവാര്യമാണ്. ഹോർമൂസിലെ തിരമാലകൾ ഇത്തവണ ആരുടെ വിജയഗാഥയാണ് പാടുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതിരിക്കുന്നു.